ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ടൈമിങ്ങിൽ ഗിയർ ചേഞ്ച് ചെയ്യുവാനായിട്ട് അറിയത്തില്ല. ടൈമിങ്ങിൽ ഗിയർ ചേഞ്ച് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും വണ്ടി ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വണ്ടി ഓടിച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ടൈമിങ്ങിലുള്ള ഗിയർ ചേഞ്ചിങ് എങ്ങനെ എളുപ്പമാക്കാം. അതായത് വണ്ടിയുടെ എൻജിൻ ഓഫ് ആകാതെ ടൈമിങ്ങിലുള്ള ഗിയർ ചേഞ്ചിങ് പഠനം വളരെ വേഗത്തിലാക്കാനുള്ള ചില ടിപ്സുകൾ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയാണ്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. അവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തുവാനായിട്ട് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഏറ്റവും ആദ്യം പറഞ്ഞു തരാം. അതിനുശേഷം നമ്മൾ റോഡിൽ ഓടിച്ച് കാര്യങ്ങൾ പഠിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, ഫസ്റ്റ് ഗിയറിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്താൽ കയറ്റമില്ലാത്ത നിരപ്പായ റോഡും മറ്റു വാഹനങ്ങളും തിരക്കുകളും ഇല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഫിഫ്ത്ത് ഗിയർ വരെ ഇട്ട് ഒരു വാഹനം ഓടിക്കാം. അതായത് നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ നിരപ്പായിട്ടുള്ള റോഡാണ്, മറ്റു വാഹനങ്ങളില്ല, തിരക്കുകൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്നാമത്തെ ഗിയറിൽ നിന്ന് അഞ്ചാമത്തെ ഗിയർ വരെ ഇട്ട് വാഹനം ഓടിക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ അറിയേണ്ടത് എന്തെല്ലാം? ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഓരോ ഗിയർ ഇട്ട് വാഹനം മുന്നോട്ട് ഓടിക്കുമ്പോഴും വാഹനത്തിൻ്റെ വേഗത വർദ്ധിക്കണം. അതിന് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഏകദേശം വാഹനത്തിന് ഒരു 10 കിലോമീറ്ററിനും 20 കിലോമീറ്ററിനും ഇടയിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ആ ഒരു വേഗതയായി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇടുവാൻ പാടുള്ളൂ. സെക്കൻഡിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് മാറുമ്പോൾ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞ പക്ഷം 35-40 കിലോമീറ്റർ വേഗതയെങ്കിലും ഉണ്ടായിരിക്കണം. നമ്മളൊരു 20 കിലോമീറ്ററിനോടടുത്ത് വേഗത വരുമ്പോഴാണ് സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത്. അപ്പോൾ തേർഡ് ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷം വേഗത വാഹനത്തിന് 35 കിലോമീറ്റർ 40 കിലോമീറ്ററിനോടടുത്ത് ഏറ്റവും കുറഞ്ഞ വേഗതയിലാണ് നമ്മൾ തേർഡ് ഗിയർ ഇടേണ്ടത്. വീണ്ടും നാലാമത്തെ ഗിയർ, അതായത് ഫോർത്ത് ഗിയറിലേക്ക് നമ്മൾ വാഹനം ഇട്ട് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 40-50 കിലോമീറ്റർ വേഗതയിലെങ്കിലും വാഹനം പോകുമ്പോഴാണ് നമ്മൾ നാലാമത്തെ ഗിയർ ഇടുന്നത്. ഇനി അഞ്ചാമത്തെ ഗിയർ ഇടുന്നത് എപ്പോഴാണ്? ഏറ്റവും കുറഞ്ഞ വേഗത പറയുന്നത് ഒരു 50-55 വേഗതയിൽ വാഹനം എത്തുമ്പോഴാണ് ഫിഫ്ത്ത് ഗിയറിൽ ഓടിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഉദാഹരണം കാണിക്കാൻ നിങ്ങൾ കാണുക. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുക്കുന്നു. നല്ല നിരപ്പ് റോഡാണ്, ഒരുപാട് വാഹനങ്ങളൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ മുന്നിൽ മറ്റു വാഹനങ്ങളൊന്നുമില്ല. ഞാനിതേ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. ഒരു 20 കിലോമീറ്ററിൽ സെക്കൻഡ് ഗിയർ കൊടുത്തു. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. ഒരു 35 കിലോമീറ്ററിൽ ഞാനിതേ തേർഡ് ഗിയർ കൊടുത്തു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. 40 കിലോമീറ്റർ അടുത്ത് വന്നു. ഞാനിതേ ഫോർത്ത് ഗിയർ കൊടുത്തു. ഇപ്പോൾ നാലാമത്തെ ഗിയറിൽ പോവുകയാണ്. ഓക്കെ, എൻ്റെ കാലം എല്ലാം ബ്രേക്കിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ചെറിയൊരു വളവ് വന്നു. അതുകൊണ്ട് തന്നെ ഞാനിതേ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ കൊടുക്കുകയാണ്. ഇപ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു. ഒരു 35 കിലോമീറ്ററിലേക്ക് ഇപ്പോൾ ഏകദേശം വണ്ടിയുടെ സ്പീഡായി. ഓക്കെ, വീണ്ടും ഞാനിത് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു. ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഫിഫ്ത്ത് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുക. നല്ല നിരപ്പ് റോഡാണോ എന്ന് നോക്കുക. ഇപ്പോൾ വണ്ടിക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് ആക്കുന്നു. ഇപ്പോൾ വണ്ടിയുടെ സ്പീഡ് ഒരു 55 കിലോമീറ്റർ വേഗതയിൽ സ്പീഡിലാണ് വണ്ടി പോകുന്നത്. 60 കിലോമീറ്റർ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സ്പീഡിൽ ഞാനിതേ ഫിഫ്ത്ത് ഗിയർ, അഞ്ചാമത്തെ ഗിയർ കൊടുത്തു. എപ്പോൾ വാഹനം ഓടിക്കുമ്പോഴും ഗിയർ ക്രമത്തിലിട്ട് ഒന്നാമത്തെ ഗിയർ മുതൽ അഞ്ചാമത്തെ ഗിയർ വരെ റോഡ് നിരപ്പാണെങ്കിൽ ഗിയർ ഇട്ടാണ് ഒരു വാഹനം ഓടിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഫസ്റ്റ് ഗിയറിൽ നിരപ്പ് റോഡിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ മറ്റു വാഹനങ്ങളുടെ തിരക്ക് ഉണ്ടെങ്കിൽ വണ്ടിയുടെ വേഗത എത്രയധികം കുറയ്ക്കണമെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഗിയർ സെലക്ട് ചെയ്യുക. ആദ്യത്തേത് വളരെ എളുപ്പമായിരുന്നു. ഒരു നിരപ്പ് റോഡിൽ പോകുമ്പോൾ മറ്റു വാഹനങ്ങളുടെ തിരക്ക് ഇല്ലെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ച് നമുക്ക് അഞ്ചാമത്തെ ഗിയർ വരെ ഇട്ട് വാഹനം ഓടിക്കാൻ സാധിക്കും. എന്നാൽ ഒരു തിരക്കുള്ള റോഡാണ്, മറ്റു വാഹനങ്ങൾ മുന്നിലുണ്ടെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ വാഹനത്തിൻ്റെ വേഗത കുറച്ച് ഗിയർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചാൽ ഒരു പരിധി വരെ ഒരു നിരപ്പ് റോഡിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും. അതായത് മുന്നിൽ മറ്റു വാഹനങ്ങൾ ഉള്ളപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഗിയർ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് കുറെ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് ഗിയർ സെലക്ട് ചെയ്യാം? അതിന് ഉദാഹരണം പറയാം. നിരപ്പ് റോഡിൽ മുന്നിൽ ഒരു വാഹനം പോകുന്നു. ഒരു 15 കിലോമീറ്റർ വേഗതയിലാണ് വാഹനം പോകുന്നത്.
പോകുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് നിശ്ചിത ഒരു സ്പേസ് ഇടുക. അതോടൊപ്പം തന്നെ മുന്നിൽ പോകുന്ന വാഹനം ഒരു 15 കിലോമീറ്ററിലാണ് പോകുന്നതെങ്കിൽ മിക്കവാറും ഒരു ഫസ്റ്റ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലോ ആയിരിക്കാം മുന്നിൽ പോകുന്ന വാഹനം പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകുവാനായിട്ട് ശ്രമിക്കുക. ഒരു 15 കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ തീർത്തും കുറവായിട്ടുള്ള ഒരു വേഗതയാണ്. അപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിൽ തന്നെ പോകുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു 15 കിലോമീറ്റർ വേഗത എന്തെന്ന് നിങ്ങൾക്ക് ഏകദേശം മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ആ റണ്ണിങ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ടത് എപ്പോഴാണ്? മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത കുറച്ചും കൂടെ വർദ്ധിച്ചു, അതായത് ഒരു 25 കിലോമീറ്ററിനോട് അടുത്ത് അല്ലെങ്കിൽ 30 കിലോമീറ്ററിനോട് അടുത്ത് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത വർദ്ധിച്ചു. അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ആ ഒരു അവസരത്തിൽ അവർ സെക്കൻഡ് ഗിയറിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻ്റ് ആയിട്ട് സെക്കൻഡ് ഗിയർ ഇടുക. ഇനി നിങ്ങൾ തേർഡ് ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത കുറെ കൂടെ വർദ്ധിച്ചു. ഒരു 40-45 കിലോമീറ്റർ വേഗതയിലാണ് മുന്നിൽ പോകുന്ന വാഹനം പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്കും വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് തേർഡ് ഗിയർ ഇടുവാനായിട്ട് സാധിക്കും. വീണ്ടും മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത വർദ്ധിച്ചു. ഒരു 45-50 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വണ്ടിയുടെ വേഗത വർദ്ധിച്ച് ഫോർത്ത് ഗിയർ ഇടാം. മുന്നിൽ പോകുന്ന വാഹനവുമായിട്ട് ഒരു നിശ്ചിത സ്പേസ് ഇടുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ഒരു ഫിഫ്ത്ത് ഗിയർ ഇടുമ്പോൾ. ഒരു 55 കിലോമീറ്റർ വേഗതയിൽ മുന്നിൽ പോകുന്ന വാഹനം പോകുന്നു എങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്കും ഫിഫ്ത്ത് ഗിയർ ഇട്ട് വാഹനം ഓടിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുന്നിൽ പോകുന്ന ഒരു വാഹനം ഒരു ഫിഫ്ത്ത് ഗിയറിൽ ഒരു 55 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. പെട്ടെന്ന് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞു വരുന്നതെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ഗിയർ ഫിഫ്ത്ത് ഗിയറിലാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫോർത്ത് ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. വീണ്ടും മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫോർത്തിൽ നിന്ന് നിങ്ങൾ തേർഡ് ഗിയർ ഇടുക. തേർഡ് ഗിയർ ഇടുമ്പോൾ വാഹനത്തിൻ്റെ വേഗത മാക്സിമം ഒരു 40 കിലോമീറ്റർ വേഗതയിൽ അല്ലെങ്കിൽ 35 കിലോമീറ്റർ വേഗതയിലേക്ക് താഴുന്നു. ആ ഒരു സമയത്ത് നമ്മൾ തേർഡ് ഗിയർ ഇടുക. വീണ്ടും മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത വീണ്ടും കുറഞ്ഞു. ഒരു 25-30 കിലോമീറ്ററിനോട് അടുത്ത വാഹനത്തിൻ്റെ വേഗത കുറയുകയാണെങ്കിൽ അതനുസരിച്ച് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ കൊടുക്കുക. വീണ്ടും മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇങ്ങനെയാണ് ഓരോ ഗിയറും നമ്മൾ ഡൗൺ ചെയ്ത് വരേണ്ടത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു നിരപ്പ് റോഡാണ്, റോഡിൽ തിരക്കുകളില്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് ഓടിക്കുവാനായിട്ട് സാധിക്കും. അതിനനുയോജ്യമായിട്ട് ഓരോ ഗിയറും നിങ്ങൾക്ക് സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി ഇതിനെക്കുറിച്ച് തുടർന്നുള്ള മറ്റ് വീഡിയോകൾ വരുന്നതാണ്. നിങ്ങൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ വീണ്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.